ഞാൻ മനസ്സിലാക്കിയത് വൈദികം അവർക്ക് വൈദിക ഈ എന്താ രാജീവ് ചന്ദ്രശേഖറും ആ കമ്പനിയും തമ്മിൽ എന്ത് ബന്ധം? അവിടെ ഈ ചികിത്സ നടത്തുന്ന ഡോക്ടർമാരും സ്റ്റാഫ് ചികിത്സ നടത്തുന്ന ഒരു സ്ഥാപനമാണ് നിരാമയ. അവർ ചികിത്സ നടത്തുകയാണ്. അത് ഈ കമ്പനിയുമായിട്ടൊരു എഗ്രിമെൻ്റാണ്. അവർ ഏറ്റവും നല്ല ചികിത്സയാണ്, നല്ല സർവീസ് കൊടുക്കുന്നവരാണ്, പ്രൊഫഷണലാണ് അവർ. അത്തരത്തിലുള്ള പ്രൊഫഷണലാണ് ഇപ്പോൾ അവിടുത്തെ ആയുർവേദ ചികിത്സയുടെ എല്ലാ കാര്യവും. അവർക്കതിൻ്റെ കമ്പനിയിൽ എന്താ അവർക്ക്? ഇതാണ് ഈ 24 ചാനലുകാരനും അവൻ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും ഒരുപക്ഷെ വി ഡി സതീശൻ ഇത് പറഞ്ഞിട്ടുണ്ടാകുക. ഇങ്ങനെ തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് നടപടികൾ വ്യക്തിഹത്യ നടത്തുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ ഈ നമ്മുടെ രമേശ് ചെന്നിത്തല കുറച്ചുകൂടി ഈ വി ഡി സതീശൻ്റെ നിലവാരത്തിലേക്ക് താഴാൻ പാടില്ല. വി ഡി സതീശൻ്റെ നിലവാരത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. പറഞ്ഞു കേട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവായത് എന്നുള്ള കാര്യം കോൺഗ്രസ്സിലുള്ളവർ തന്നെ, കോൺഗ്രസ്സിൽ ഇപ്പോൾ നിൽക്കുന്നവരും കോൺഗ്രസ് വിട്ടുവന്നവരും ഞങ്ങളോട് ചില കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളതൊന്നും ഒരു രാഷ്ട്രീയ രംഗത്ത് ഈ ആക്ഷേപങ്ങളും പരസ്പരം എന്തെങ്കിലും വിളിച്ചു പറയുന്ന വേദിയായി കാണുന്നില്ല. ഞാൻ കാണുന്നത് രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്നെക്കുറിച്ച് ചിലരെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വാർത്തയുണ്ടാക്കാൻ നടക്കും. എൻ്റെ അടുത്ത് വരും. ഞാൻ പറഞ്ഞ അത്ര നിലവാരം താഴാനൊന്നും ഞാനില്ല. ഞാൻ എൻ്റെ രാഷ്ട്രീയ നിലവാരത്തിനനുസരിച്ച് മാത്രമേ പ്രതികരിക്കൂ. അതുകൊണ്ട് ഇത്തരത്തിൽ തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുക, പ്രചരിപ്പിക്കുക, അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ചാനലുകൾ, അതെനിക്ക് ജനങ്ങളോടാണ് പറയാനുള്ളത്. ആ ചാനലിൻ്റെ നിലവാരം നമ്മുടെ നാട്ടിലെ ബഹുജനങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. തൃശ്ശൂരിൻ്റെ കാര്യം വന്നപ്പോൾ തന്നെ ഞാൻ ശ്രീകണ്ഠൻ നായരെ വിളിച്ച് പറഞ്ഞതാണ്. പിന്നെ അരമണിക്കൂർ കൊണ്ട് അത് അവസാനിപ്പിച്ചിരുന്നു. അപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്യുക, അതിൻ്റെ ബാക്കി പത്രവും എനിക്കറിയാം. അതിൻ്റെ പിന്നിൽ ആരാണെന്ന കാര്യവും എനിക്കറിയാം. ഞാനതിപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ചാനൽ ധർമ്മം എന്ന് ധരിക്കരുത്. നമ്മുടെ രാജ്യത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് മാധ്യമങ്ങൾ പ്രതികരിക്കേണ്ടത്. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെക്കുറിച്ചാണ്, നമ്മുടെ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് ഇത്തരത്തിൽ തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിച്ച് ചാനലുകൾക്ക് അവരുടെ സാമ്പത്തിക ലാഭം കൊയ്തെടുക്കാൻ ബ്ലാക്ക് മെയിൽ വാർത്ത മാനിക്കുലേറ്റ് ചെയ്യുന്ന നടപടികളിൽ അന്വേഷണം നടത്തണം ഇന്ത്യ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് ഇന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ ഇത് സംബന്ധിച്ചുള്ള എല്ലാ നിയമപരമായ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എനിക്ക് രമേശ് ചെന്നിത്തല, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹവും ഏതാണ്ട് ഈ വി ഡി സതീശൻ്റെ പറഞ്ഞത് കേട്ട് അത് പറഞ്ഞിട്ടില്ലെങ്കിൽ കോൺഗ്രസ്സിൽ പിന്നെ സ്ഥാനം നഷ്ടപ്പെട്ടേക്കും എന്ന് ധരിച്ച് അദ്ദേഹവും ഇങ്ങനെ ചില വാർത്ത ഏറ്റെടുക്കുന്നുണ്ട്. കേരളത്തിൽ വർഗീയ ഫാസിസ്റ്റ് ഭീകരത, അതിനെതിരായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷം. മതന്യൂനപക്ഷങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ ജയിപ്പിക്കണം, ഇടതുപക്ഷത്തിന് പിന്തുണ നൽകണം. ഇവിടെ UDFൻ്റെ സ്ഥാനാർത്ഥി, പ്രത്യേകിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു വന്നാൽ അവർ കോൺഗ്രസ്സിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ മിക്ക സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ വന്ന കോൺഗ്രസിൻ്റെ ഭരണം തകർന്നത്, പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ ഹിമാചൽ പ്രദേശിൽ ഏതാനും ദിവസം കഴിയുമ്പോൾ തകരാൻ പോവുകയാണ്. കോൺഗ്രസ് MLA കൂട്ടത്തോടെ കൂറുമാറി BJPയിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് ഇന്ത്യയിലെ ചരിത്രം തന്നെ. വടക്കേ ഇന്ത്യയിലെ അവശേഷിക്കുന്ന കോൺഗ്രസിൻ്റെ ഹിമാചൽ പോലും നഷ്ടപ്പെടാൻ പോകുന്നു. രാജ്യസഭ പോയി. കോൺഗ്രസിൻ്റെ ദേശീയ നേതാവിനെയാണ് അവിടെ തോൽപ്പിച്ചത്. കോൺഗ്രസ് MLA എതിരായി വോട്ട് ചെയ്തത്. ഇപ്പോൾ പണം കൊടുത്ത് വിലക്കെടുക്കാം MLA MP എന്നാൽ ഇന്ത്യയിൽ വിലക്കെടുക്കാൻ കഴിയാത്ത MP MLA ഇടതുപക്ഷത്തിൻ്റേതാണ്. കോൺഗ്രസിൻ്റെ ഏത് MLA പിടിക്കാം, ഏത് MP കൈകാര്യം ചെയ്യാം. ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ നിലവിലുള്ള MP പോലും BJPയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഇവിടെ കോൺഗ്രസിൽ വിശ്വസിക്കരുത്.
അവർ പലരും കാലുമാറും കൂറുമാറും പണത്തിൻ്റെ പിന്നാലെ പോകും. ഇതിൻ്റെ നേതൃരംഗത്തിരിക്കുന്നവർ തന്നെ അതിൻ്റെ പ്രതിഭകളായി നിൽക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾ നല്ലതുപോലെ രാഷ്ട്രീയ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഇവിടെ ഉറച്ച രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് ജീവത്യാഗം ചെയ്ത് നാടിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന മതന്യൂനപക്ഷങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളെയും സംരക്ഷിക്കാൻ, മതേതരത്വവും ജനാധിപത്യവും കാത്തു സൂക്ഷിക്കാൻ, ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം കാത്തു സൂക്ഷിക്കാൻ ഇവിടെ മതപരമായ നിയമങ്ങൾ കൊണ്ടുവന്ന്, പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന് മതവിവേചനം സൃഷ്ടിച്ച് മതവികാരമിളക്കി വിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സംഘപരിവാർ ശക്തികളെ ഇപ്പോഴും പരസ്യമായി ആക്ഷേപിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവർ പരസ്യമായി ആക്ഷേപിക്കുന്നില്ല. ഇവിടെ ഇടതുപക്ഷം എല്ലാ പ്രദേശങ്ങളിലും ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം വരുന്നു. അവർ നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നു. അതുകൊണ്ട് അത്തരമൊരു നൈറ്റ് മാർച്ച് ജനങ്ങളിലൊക്കെ വലിയ ആകർഷണത്തുണ്ടാകുന്നു. ജനങ്ങളിൽ ഇതിനെ ആ നയത്തിൻ്റെ പേരിൽ അണിനിരക്കുന്നു, ആ മൂവ്മെൻറ്റിനോടൊപ്പം ചേരുന്നു. അതുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ്സുകാരും പല സ്ഥലത്തും ഇത് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊരു തട്ടിപ്പ് പരിപാടിയായിട്ടാണ് ഇടതുപക്ഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അതേ പരിപാടി ഇപ്പോൾ കോൺഗ്രസ്സുകാർ UDFകാരും ചില സ്ഥലങ്ങളിൽ നടത്തുന്നത്. ഇവിടെ മുസ്ലിം ലീഗുകാരോട് കോൺഗ്രസ് ഒരു ജാഥ നയിച്ചു കാസർഗോഡ് നിന്ന്. മുസ്ലിം ലീഗിനെ അടുപ്പിച്ചില്ല. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിലല്ലേ എന്താ അടുപ്പിക്കാതിരുന്നത്? ഈ RSS അജണ്ടയാണ് അതിന് കാരണം. അത് തിരിച്ചറിയാൻ മുസ്ലിം ലീഗിന് കഴിയണം. നിങ്ങളൊരു പരുവത്തിലാക്കി വെച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗിനെ അങ്ങേയറ്റം അവമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അതിൻ്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന ബഹുജനങ്ങൾ, വോട്ടർമാർ ചിന്തിച്ച് ഫലപ്രദമായി സമ്മതിദാനാവകാശം ഉപയോഗിക്കാൻ മുന്നോട്ട് വരണമെന്നാണ് അവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.